ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. നല്ലവനായ ഒരു രാജാവ്. ഈ രാജാവ് ഒരിക്കൽ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. വലിയൊരു പരിവാരത്തോടൊപ്പമാണ് അദ്ദേഹം കാട്ടിൽ പോയത്. കാട്ടിൽ വെച്ച് അദ്ദേഹം ഒരു മാനിനെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പിന്നാലെ കുറേ ദൂരം പോയപ്പോൾ വഴി തെറ്റിപ്പോയി. പിന്നാലെ വന്നവർക്ക് ആർക്കും രാജാവിനൊപ്പം എത്താൻ പറ്റിയില്ല. കുറേ ദൂരം മുന്നോട്ട് പോയതോടെയാണ് രാജാവിന് തനിക്ക് വഴി തെറ്റിപ്പോയി എന്ന് മനസ്സിലായത്. എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ ഇരിക്കുന്നു, ദിക്കുകൾ പോലും മനസ്സിലാകുന്നില്ല. കൂടെ വന്ന ആരെയും കാണുന്നില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു പോയി. കാട്ടിലൂടെ അദ്ദേഹം കുറേ ദൂരം ചുറ്റി നടന്നെങ്കിലും വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കൂടുതൽ കാട്ടിനുള്ളിലേക്കാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആകെ വിഷമിച്ചു പോയ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. നേരം സന്ധ്യയായി. കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. കൂടെ വന്ന ആരെയും കാണുന്നില്ല. ആകെ നിരാശനായി തീർന്ന അദ്ദേഹം ആ മരച്ചുവട്ടിലിരുന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവന് കൊടുത്തേനെ. പെട്ടെന്ന് അദ്ദേഹത്തിന് മുന്നിലൊരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കരനായ ഒരു ഭൂതത്താൻ. അവൻ രാജാവിനോട് ചോദിച്ചു, പറഞ്ഞത് നേരാണോ? എന്തു ചോദിച്ചാലും അത് കിട്ടുമോ? രാജാവ് പറഞ്ഞു, പറഞ്ഞത് സത്യമാണ്. എന്നെ ഈ കാടിന് പുറത്തെത്തിക്കാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നീ എന്ത് ചോദിക്കുന്നു അത് ഞാൻ നിനക്ക് തരാം. നിനക്ക് പൊന്നാണോ, പണമാണോ, ഭൂമിയാണോ, വീടാണോ, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മതി, അത് ഞാൻ നിനക്ക് തരാം. ഭൂതത്താൻ പറഞ്ഞു, ശരി, ഞാൻ നിന്നെ പുറത്തെത്തിക്കാൻ സഹായിക്കാം. ഭൂതത്താൻ രാജാവിനോട് പറഞ്ഞു, ഒന്ന് കണ്ണടച്ചോളൂ. രാജാവ് കണ്ണടച്ചു. ഒറ്റ നിമിഷം കൊണ്ട് രാജാവ് തൻ്റെ രാജ്യത്തിലേക്കുള്ള പാതയുടെ ഓരത്തെത്തിച്ചേർന്നു. അവിടെ എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരം കാണാം. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. തന്നെ രക്ഷപ്പെടുത്തിയ ഭൂതത്താനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ, ചോദിച്ചോളൂ. അപ്പോൾ ഭൂതത്താൻ പറഞ്ഞു, എനിക്ക് പൊന്നോ പണമോ ഭൂമിയോ വീടോ ഒന്നും വേണ്ട. നിൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നിൻ്റെ വീടിനുള്ളിൽ എന്താണോ പുതുതായിട്ട് വന്നത് അതെനിക്ക് തന്നാൽ മതി. രാജാവ് സമ്മതിച്ചു. തൻ്റെ വീട്ടിൽ ഇന്നെന്താണോ പുതുതായിട്ട് കിട്ടിയത് അത് ഭൂതത്താന് കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ട് രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കുതിര ഓടിച്ച് വേഗം ചെന്നപ്പോൾ അവിടെ എല്ലാവരും രാജാവിനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ മന്ത്രി ഓടി അരികിലെത്തി. എന്നിട്ട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയെ കാണാതെ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയിരുന്നു. അങ്ങയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ച ദിനമാണിന്ന്. അന്ന് തന്നെ അങ്ങയ്ക്ക് വഴി തെറ്റിയല്ലോ എന്നോർത്ത് ഞങ്ങൾ ആകെ പേടിച്ചു പോയി. രാജാവ് ചോദിച്ചു, എന്താണ് അത്ര സന്തോഷമുള്ള കാര്യം? അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാറാണി പ്രസവിച്ചിരിക്കുന്നു. നമ്മൾ ഈ ജനനം അടുത്ത മാസത്തേക്കാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1 മാസം നേരത്തെ റാണി പ്രസവിച്ചു. അങ്ങയ്ക്ക് ഒരു മകളുണ്ടായിരിക്കുന്നു. കേട്ട ഉടൻ തന്നെ രാജാവിന് സന്തോഷം തോന്നിയെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം മ്ലാനമായി. അപ്പോഴാണ് ഭൂതത്താൻ താൻ കൊടുത്ത വാക്ക് എന്തായിരുന്നുവെന്നും എന്താണ് ഭൂതത്താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹത്തിന് മനസ്സിലായത്. രാജാവ് റാണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. റാണിയുടെ അടുത്ത് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ പൊന്നു മകളെ കണ്ടപ്പോൾ രാജാവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. റാണി ചോദിച്ചു, ഇതെന്ത് കരച്ചിലാണ്? നമ്മൾ എത്ര കാലം കാത്തിരുന്നിട്ടാണ് നമുക്കൊരു മകളുണ്ടായത്, എന്നിട്ടിങ്ങനെ കരയുകയാണോ ചെയ്യുന്നത്? രാജാവ് പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഇന്ന് തന്നെ വലിയൊരു ദൗർഭാഗ്യം നമുക്ക് സംഭവിച്ചു. എനിക്ക് കാട്ടിൽ വെച്ച് വഴി തെറ്റിപ്പോയി. അപ്പോൾ എന്നെ ഒരു ഭൂതത്താനാണ് രക്ഷപ്പെടുത്തിയത്. ഭൂതത്താൻ എന്നോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ വീട്ടിൽ എന്താണോ പുതുതായിട്ടുണ്ടായിരിക്കുന്നത് അത് അവന് കൊടുക്കണമെന്ന്. ഞാനതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നമ്മളുടെ മകളാണ് വീട്ടിൽ പുതുതായിട്ടുണ്ടായതെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. റാണിക്കും ഇത് കേട്ടപ്പോൾ വലിയ വിഷമമായി. ഈ സമയത്ത് കൊട്ടാരത്തിൻ്റെ വാതിലിൽ വലിയ മുട്ട് കേട്ടു. ഭടന്മാർ ഓടി വന്ന് പറഞ്ഞു, മഹാരാജൻ, ഒരു വലിയ ഭൂതത്താൻ കൊട്ടാരവാതിൽക്കൽ വന്ന് നിൽക്കുന്നു. രാജാവ് ഓടി വാതിൽക്കൽ ചെന്നു. എന്നിട്ട് ഭൂതത്താനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരുപാട് കാലം ആറ്റുനോറ്റിരുന്നുണ്ടായ കുട്ടിയാണ്. ഞാൻ അതിനെ നിനക്ക് എങ്ങനെ തരും? ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ വലിയ കൊതിയായിരുന്നു. അങ്ങനെ ദൈവത്തോട് എത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടാണല്ലോ ഞങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ടായത്. അപ്പോൾ ഭൂതത്താൻ പറഞ്ഞു, ശരി, നിനക്ക് കുട്ടികളെ വളർത്താൻ കൊതിയാണെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യൂ, നീ 15 കൊല്ലം നിൻ്റെ മകളെ വളർത്തിക്കോളൂ. അവൾക്ക് 15 വയസ്സ് തികയുന്ന ദിവസം ഞാൻ വരും. അന്ന് എനിക്ക് അവളെ തരണം. രാജാവ് മനസ്സോടെ സമ്മതിച്ചു. 15 കൊല്ലമെങ്കിൽ 15 കൊല്ലം മകളെ തങ്ങളുടെ കയ്യിൽ കിട്ടുമല്ലോ. അപ്പോഴേക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം. അങ്ങനെ ഭൂതത്താൻ തിരിച്ചുപോയി. രാജാവും രാജ്ഞിയും കൂടി തങ്ങളുടെ മകളെ വളരെ സ്നേഹത്തോടെ വളർത്തി. അവൾ വളരെ
അന്ന് രാജാവിനും രാജ്ഞിക്കും ഉറക്കം വന്നതേയില്ല. എപ്പോഴാണ് ഭൂതത്താൻ വരിക എന്ന് അവർ പേടിച്ചിരുന്നു. രാവിലെയായി. കൊട്ടാരവാതിക്കൽ മുട്ടുകേട്ടു. രാജാവും രാജ്ഞിയും പേടിച്ച് വിറച്ചു. ഭടന്മാർ ഓടി വന്ന് പറഞ്ഞു, മഹാരാജൻ, ഭൂതത്താൻ വന്നിരിക്കുന്നു. റാണിയും രാജാവും മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിൽ കുറേ താറാവുകളുണ്ടായിരുന്നു. അതിനെ വളർത്തുന്ന ആളുണ്ട്. അയാൾ അവിടെ എത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങ് എത്ര ദയാലുവാണ്. ഞങ്ങളോടൊക്കെ അങ്ങ് എന്നും ദയയോടാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മകളെ, അവൾക്കും 15 വയസ്സേ ഉള്ളൂ, ഇന്ന് രാജകുമാരിക്ക് പകരം പുറത്തേക്ക് വിട്ടാലും എനിക്ക് അതിലൊരു സങ്കടവുമില്ല. അങ്ങയെപ്പോലെ നല്ലവനായ ഒരു രാജാവിനെ വിഷമിപ്പിക്കുന്നതിലാണ് ഞങ്ങൾക്ക് ദുഃഖം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആ താറാവ് വളർത്തലുകാരൻ്റെ മകളെ നന്നായിട്ട് ഒരുക്കി അവളുടെ തലയിൽ ഒരു കിരീടമൊക്കെ പിടിപ്പിച്ച് കൊട്ടാരത്തിൻ്റെ വാതിലിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വിട്ടു. അത് രാജകുമാരിയാണെന്ന് വിചാരിച്ച ഭൂതത്താൻ അവളെ എടുത്ത് ഒരു തേരിൽ കയറ്റി ഓടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് വലിയൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ താറാവുകൾ നീന്തുന്നുണ്ടായിരുന്നു. താറാവുകാരൻ്റെ മകൾ അതുവഴി പോകുമ്പോൾ താറാവുകളെല്ലാം കൂടെ വിളിച്ചു ചോദിച്ചു, ഏയ് പെണ്ണെ, നീ എവിടെ പോകാം? അപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു, എന്നെ ഈ ഭൂതത്താൻ രാജകുമാരിയാണെന്ന് കരുതി അവൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട ഭൂതത്താനെ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഭൂതത്താൻ ആ പെൺകുട്ടിയെ എടുത്ത് ആ താറാവുകൾക്കിടയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചെന്നു. വാതിലിൽ വീണ്ടും മുട്ടി. എന്നിട്ട് ഉറക്കെ അലറി, എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട, വേഗം രാജകുമാരിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. രാജാവും രാജ്ഞിയും വീണ്ടും കരച്ചിൽ തുടങ്ങി. അപ്പോൾ കൊട്ടാരത്തിലെ പന്നി വളർത്തലുകാരൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയെപ്പോലെ ദയാലുവായ ഒരു രാജാവിനെ ഞങ്ങൾ ഇതേവരെ കണ്ടിട്ടേയില്ല. അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ 15 വയസ്സായ മകളെ അങ്ങ് ഈ ഭൂതത്താന് കൊടുത്തോളൂ. എനിക്കതിലൊരു പരാതിയുമില്ല. അങ്ങനെ പന്നി വളർത്തലുകാരൻ്റെ മകളെ നന്നായിട്ട് ഒരുക്കി തലയിലൊരു കിരീടമൊക്കെ വെച്ച് രാജാവും രാജ്ഞിയും കൂടി കൊട്ടാരത്തിൻ്റെ വാതിൽ കൂടി പുറത്തേക്ക് ഇറക്കി വിട്ടു. അത് രാജകുമാരിയാണ് എന്ന് കരുതി ഭൂതത്താൻ അവളെ എടുത്ത് തേരിൽ കയറ്റി രാജ്യത്തിന് പുറത്തേക്ക് ഓടിച്ചു പോയി. പോകുന്ന വഴിയിൽ ഒരു വലിയ മൈതാനമുണ്ടായിരുന്നു. മൈതാനത്തിൽ കുറേ പന്നികളുണ്ടായിരുന്നു. പെൺകുട്ടി പോകുന്നത് കണ്ട പന്നികളെല്ലാം കൂടെ വിളിച്ചു ചോദിച്ചു, ഏയ് പെണ്ണെ, നീ എവിടെ പോവാ? പന്നി വളർത്തലുകാരൻ്റെ മകൾ പറഞ്ഞു, ഈ ഭൂതത്താൻ ഞാൻ രാജകുമാരിയാണ് എന്ന് കരുതി എന്നെ കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട ഭൂതത്താന് മനസ്സിലായി താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന്. ഭൂതത്താൻ ഉടൻ തന്നെ പന്നി വളർത്തലുകാരൻ്റെ മകളെ ആ മൈതാനത്തിലേക്ക് തള്ളിയിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് വാതിൽ ഉറക്ക തട്ടി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഇത്തവണ എനിക്ക് രാജകുമാരിയെ തന്നില്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ഞാൻ തവിട് പൊടിയാക്കും. രാജാവിൻ്റെ രാജ്ഞിയും ആകെ വിഷമിച്ചു. ഇനി രക്ഷയില്ല എന്നവർക്ക് മനസ്സിലായി. തങ്ങളുടെ പൊന്നോമൻ്റെ മകളെ അവർ വളരെ സങ്കടത്തോടെ കൊട്ടാരത്തിന് പുറത്തേക്ക് വിട്ടു. ഭൂതത്താൻ അവളെ എടുത്ത് തേരിലിരുത്തി രാജ്യത്തിന് പുറത്തേക്ക് ഓടിച്ചു പോയി. ആ കുതിരവണ്ടി കുറേ ദൂരം ഓടി 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 മലകളും മൈതാനങ്ങളും രാജ്യങ്ങളും ഒക്കെ കടന്ന് അത് ദൂരെ 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 ഭൂതത്താൻ കോട്ടയിലെത്തി. വലിയൊരു കോട്ടയായിരുന്നു ഭൂതത്താൻ കോട്ട. ആ കോട്ടയ്ക്കുള്ളിൽ ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലാണ് ഭൂതത്താൻ്റെ താമസം. ഭൂതത്താൻ രാജകുമാരി അവിടെ കൊണ്ടുപോയിട്ടു. ഭൂതത്താൻ കോട്ടയിൽ ഭൂതത്താൻ തട്ടിക്കൊണ്ടുവന്ന ജാക്ക് എന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ജാക്ക് അതിസമർത്ഥനായിരുന്നു. ജാക്കിന് ജോലി വിറക് കീറുക, മുറ്റം വൃത്തിയാക്കുക, തൊഴുത്ത് വൃത്തിയാക്കുക ഒക്കെയാണ്. തട്ടിക്കൊണ്ട് ചെന്ന രാജകുമാരിയെ ഭൂതത്താൻ അടുക്കള പണിക്കാണ് നിയോഗിച്ചത്. അടുക്കളയിൽ പാചകം ചെയ്യുക, വെള്ളം കോരുക, പാത്രം കഴുകുക തുടങ്ങിയ ജോലിയാണ് രാജകുമാരിക്ക്. ഭൂതത്താൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും, പിന്നെ തിരിച്ചു വരും, മൂക്കുമുട്ട തിന്നും, കിടന്നുറങ്ങും. ഇതിനിടയ്ക്ക് രാജകുമാരിയും ജാക്കും തമ്മിൽ നല്ല കൂട്ടുകാരായി. ജാക്കും വളരെ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഭൂതത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പദ്ധതിയിട്ടു. പക്ഷേ അതിനൊരു പഴുത് അവർക്ക് കിട്ടിയില്ല. ഭൂതത്താൻ വളരെ വിദഗ്ധനായ ഒരു മാന്ത്രികനായിരുന്നു. ഒരുപാട് മന്ത്രങ്ങൾ അറിയാം. ആ മന്ത്രപ്പൂട്ടുകൾ പൊളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നാലും ജാക്കും രാജകുമാരിയും സമയം കിട്ടുമ്പോഴൊക്കെ എത്ര ചെറുതാണെങ്കിലും ചെറിയ ചെറിയ മന്ത്രവിദ്യകൾ ഹൃദയസ്ഥമാക്കാൻ ശ്രദ്ധിച്ചു പോന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം ജാക്ക് രാജകുമാരിയോട് പറഞ്ഞു, നമ്മളിനി അധിക കാലം കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് ഈ ഭൂതത്താൻ ഉറങ്ങുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണം. രാജകുമാരി സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അന്ന് ഭൂതത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഭൂതത്താൻ യാത്ര ചെയ്യുന്ന വലിയൊരു ചൂലുണ്ടായിരുന്നു.
ആ ചൂലെടുത്ത് ഒരു മന്ത്രം ചൊല്ലി അവർ വാതിൽക്കൽ ചാരി വെച്ചു. എന്നിട്ട് മന്ത്രപ്പൂട്ട് തകർത്ത് കൊട്ടാരത്തിന് പുറത്തിറങ്ങി ദൂരേക്ക് ഓടി പോകാൻ തുടങ്ങി. ഭൂതത്താനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഭൂതത്താൻ ഉണർന്നത്. ഉണർന്നിട്ട് കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, വേലക്കാരി പെണ്ണേ, എനിക്ക് വേഗം ഒരു പാത്രം സൂപ്പ് കൊണ്ടുവാ. മന്ത്രം ചൊല്ലി വാതിലിൽ ചാരി വെച്ചിരുന്ന ചൂല് രാജകുമാരിയുടെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ദാ കൊണ്ടുവന്നു, ദാ കൊണ്ടുവന്നു. ഭൂതത്താൻ കട്ടിലിൽ തന്നെ കിടന്നു. ഇപ്പോൾ സൂപ്പ് വരുമെന്ന് വിചാരിച്ചാണ് കിടപ്പ്. കുറേ നേരമായിട്ടും സൂപ്പ് കണ്ടില്ല. അപ്പോൾ ഭൂതത്താൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, വേലക്കാരി പെണ്ണേ, നീ സൂപ്പും കൊണ്ട് വരുമ്പോൾ എൻ്റെ ചെരുപ്പും കൂടി കൊണ്ടുവാ, ഞാൻ പുറത്തൊക്കെ ഒന്ന് അടക്കട്ടെ. അപ്പോഴും വാതിലിൽ ചാരി വെച്ചിരുന്ന ചൂല് രാജകുമാരിയുടെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ദാ കൊണ്ടുവന്നു, ദാ കൊണ്ടുവന്നു. കുറേ നേരമായിട്ടും ചെരുപ്പുമില്ല, സൂപ്പുമില്ല. ഭൂതത്താന് ദേഷ്യം വന്നു. ഭൂതത്താൻ വലിയൊരു വടി എടുത്തുകൊണ്ട് രാജകുമാരിയെ അടിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു ചെന്നപ്പോൾ വാതിലിൽ ചാരി വെച്ചിരിക്കുന്ന ചൂല് താഴേക്ക് വീണു. അപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഭൂതത്താന് മനസ്സിലായത്. ഉടൻ തന്നെ ഭൂതത്താൻ തൊട്ടടുത്ത കോട്ടയിൽ താമസിക്കുന്ന തൻ്റെ മകനായ കുട്ടിഭൂതത്തിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ താമസിച്ചിരുന്ന 2 ജോലിക്കാർ എന്നെ കബളിപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. നീ ഉടൻ തന്നെ അവരെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. കുട്ടിഭൂതം ഉടൻ തന്നെ വലിയൊരു കുന്തത്തിൻ്റെ മേലെ കയറി പറന്ന് ദൂരേക്ക് പോകാൻ തുടങ്ങി. ജാക്കും രാജകുമാരിയും ഓടിപ്പോയ വഴി ഭൂതത്താൻ കാണിച്ചു കൊടുത്തിരുന്നു. ആ വഴിയാണ് കുട്ടിഭൂതം പോയത്. ഓടി ഓടി കുറേ ദൂരം ചെന്നപ്പോൾ രാജകുമാരി ജാക്കിനോട് പറഞ്ഞു, ജാക്ക്, എൻ്റെ വലത്തെ ചെവി വല്ലാതെ നോവുന്നു, നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ജാക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുട്ടിഭൂതം നമ്മളെ അന്വേഷിച്ച് വേഗം വരുന്നുണ്ട്. നമ്മൾ എത്ര ദൂരം ഓടിയാലും അവൻ ഓടി വന്ന് നമ്മളെ പിടിക്കും. അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു മന്ത്രം പ്രയോഗിക്കാം. ജാക്ക് ഒരു മന്ത്രം ചൊല്ലി. അതോടെ രാജകുമാരി ഒരു പള്ളിയായിട്ട് മാറി. ജാക്കാണെങ്കിൽ ആ പള്ളിയിലെ വികാരി അച്ഛനുമായിട്ട് മാറി. എന്നിട്ട് ജാക്ക് ആ പള്ളിയുടെ മുറ്റത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുട്ടിഭൂതം പറന്നു വന്നപ്പോൾ വലിയൊരു പള്ളിയും പള്ളിയുടെ മുറ്റത്ത് ഒരു പള്ളിയിലച്ഛനും. പള്ളിയിലച്ഛൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂതത്താൻ പള്ളിയിലച്ഛനോട് ചോദിച്ചു, വികാരി അച്ഛ, ഇതുവഴി ഒരു രാജകുമാരിയും ഒരു ചെറുപ്പക്കാരനും പോകുന്നത് കണ്ടോ? പള്ളിയിലച്ഛൻ കണ്ണു തുറന്നതേയില്ല. ഭയങ്കര പ്രാർത്ഥന. ആബലസ് കൂബലസ്, ആബലസ് കൂബലസ് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭൂതത്താൻ തൻ്റെ കുന്തത്തിൻ്റെ അറ്റം കൊണ്ട് പള്ളിയിലച്ഛനെ ഒന്ന് കുത്തി. എന്നിട്ട് ചോദിച്ചു, പള്ളിയിലച്ഛ, നിങ്ങൾ കണ്ടോ ഒരു രാജകുമാരിയും ചെറുപ്പക്കാരനും ഇതുവരെ പോകുന്നത്? അപ്പോഴും പള്ളിയിലച്ഛൻ പറഞ്ഞു, ആബലസ് കൂബലസ്, ആബലസ് കൂബലസ്. ദേഷ്യം വന്ന കുട്ടിഭൂതം തിരിച്ച് കോട്ടയിലേക്ക് തന്നെ പോയി. എന്നിട്ട് തൻ്റെ പിതാവിനോട് ചെന്ന് പറഞ്ഞു, ഞാനെങ്ങും ആരെയും കണ്ടില്ല. ഈ വഴിയല്ല അവർ പോയെന്നാണ് തോന്നുന്നത്. ഞാൻ ചെന്നപ്പോൾ ഒരു പള്ളിയും ഒരു പള്ളിയിലച്ഛനെയും മാത്രമേ കണ്ടുള്ളൂ. അയാളാണെങ്കിൽ ആബിലസ് കൂബലസ്, ആബിലസ് കൂബലസ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂതത്താൻ പറഞ്ഞു, എടാ മണ്ട, അത് അവർ തന്നെയാണ്. അവരെ ഇവിടെ ഒളിച്ചിരുന്ന് എൻ്റെ മന്ത്രങ്ങൾ പഠിച്ച് പ്രയോഗിക്കുകയാണ്. വേഗം ചെല്ല്, അവരെ പിടിച്ചോണ്ട് വാ. കുട്ടിഭൂതം വീണ്ടും തൻ്റെ കുന്തത്തിൻ്റെ മേലെ കയറി പറന്ന് ജാക്കും രാജകുമാരിയും പോയ വഴിയെ പോയി. അങ്ങനെ കുറേ ദൂരം ചെന്നു. അപ്പോൾ ജാക്കും രാജകുമാരിയും വീണ്ടും ഓടുകയാണ്. അവർ ഓടി കുറേ ദൂരം ചെന്നപ്പോൾ രാജകുമാരി പറഞ്ഞു, ജാക്ക്, എൻ്റെ വലത്തെ ചെവി വല്ലാതെ വേദനിക്കുന്നു, നീ തിരിഞ്ഞു നോക്കിക്കേ. ജാക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, പിന്നാലെ കുട്ടിഭൂതം ഓടി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത മന്ത്രം പ്രയോഗിക്കാം. ജാക്ക് ഒരു മന്ത്രം ചൊല്ലി രാജകുമാരി ഒരു വലിയ ഗോതമ്പ് പാടമാക്കി മാറ്റി. ജാക്കാണെങ്കിൽ ഒരു കൊയ്ത്തുകാരനായിട്ട് മാറി. എന്നിട്ട് അവിടെ നിന്ന് ഗോതമ്പ് കൊയ്യാൻ തുടങ്ങി. കുട്ടിഭൂതം പറന്നു വന്ന് അവിടെ നിന്നു. എന്നിട്ട് ചോദിച്ചു, കൊയ്ത്തുകാരാ, ഇതുവഴി ഒരു രാജകുമാരിയും ചെറുപ്പക്കാരനും ഓടിപ്പോകുന്നത് കണ്ടോ? കൊയ്ത്തുകാരനാണെങ്കിൽ കയ്യിൽ ഒരു കമ്പ് കൊണ്ട് ഷൂ ഷൂ കുരുവി, കതിര് കൊത്താതെ ഓടിപ്പോ എന്ന് പറഞ്ഞിട്ട് കുരുവികളെ ഓടിച്ചു തുടങ്ങി. ഭൂതത്താൻ വീണ്ടും ചോദിച്ചു, കൃഷിക്കാരാ, നിങ്ങൾ കണ്ടോ ഇതുവഴി 2 പേര് ഓടിപ്പോകുന്നത്? അപ്പോഴും കൊയ്ത്തുകാരൻ ഷൂ കുരുവി ഓടിപ്പോ, ഷൂ കുരുവി ഓടിപ്പോ എന്ന് പറയുക. ദേഷ്യം വന്ന കുട്ടിഭൂതം തിരിച്ച് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ അവിടെ ഒന്നും ആരെയും കണ്ടില്ല. ഞാൻ പോയ വഴിയെ ഒരു വലിയ പാടവും അവിടെ ഒരു കൊയ്ത്തുകാരനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴും ഭൂതത്താൻ പറഞ്ഞു, എടാ മണ്ട, നിന്നെ അവർ പറ്റിച്ചതാണ്. ഇത് അവർ തന്നെയാണ്. നിന്നെ ഈ പണിക്ക് വിട്ടാൽ പറ്റില്ല. അവിടെ ഞാൻ തന്നെ പോകാം. അങ്ങനെ ഭൂതത്താൻ വീണ്ടും ആ വഴിയെ പോയി. കുറേ ദൂരം ചെന്നു. അപ്പോൾ രാജകുമാരിയും ജാക്കും വീണ്ടും ഓടി പോവുകയായിരുന്നു. രാജകുമാരി വഴിയിൽ വെച്ച് ജാക്കിനോട് പറഞ്ഞു, ജാക്ക്, ഇത്തവണ എൻ്റെ 2 ചെവിയും വല്ലാതെ നോവുന്നു, നീ തിരിഞ്ഞു നോക്കിക്കേ. ജാക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇത്തവണ ഭൂതത്താനാണ് വരുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും.
ഞാൻ എൻ്റെ അടുത്ത മന്ത്രം പ്രയോഗിക്കാം. ജാക്ക് അടുത്ത മന്ത്രം പ്രയോഗിച്ചു. അതോടെ അവനൊരു വലിയ തടാകമായിട്ട് മാറി. രാജകുമാരിയാണെങ്കിൽ ആ തടാകത്തിൽ നീന്തി നടക്കുന്ന ഒരരയന്നവും. ഭൂതത്താൻ ഓടി തടാകത്തിൻ്റെ കരയിലെത്തി. അരയന്നത്തിനെ കണ്ടപ്പോഴേ അത് രാജകുമാരിയാണ് എന്നവന് മനസ്സിലായി. രാജകുമാരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അവനെ തടാകത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും അത് നീന്തി നീന്തി ദൂരേക്ക് മാറിക്കൊണ്ടിരുന്നു. അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭൂതത്താൻ വീണ്ടും വീണ്ടും തടാകത്തിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ജാക്കാണെങ്കിൽ തടാകത്തിലെ വെള്ളം വട്ടത്തിൽ കറക്കി വലിയൊരു ചുഴിയുണ്ടാക്കി. ആ ചുഴിയിൽപ്പെട്ട ഭൂതത്താൻ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. ജാക്കും രാജകുമാരിയും വീണ്ടും തങ്ങളുടെ പഴയ വേഷം ധരിച്ചു. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഓടാൻ തുടങ്ങി. ഓടി ഓടി അവർ രാജകുമാരിയുടെ കൊട്ടാരത്തിലെത്തി. രാജാവും രാജ്ഞിയും വളരെ കാലമായിട്ട് തങ്ങളുടെ മകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അവൾ സുരക്ഷിതമായി തിരിച്ചെത്തിയതോടെ അവർക്ക് വലിയ സന്തോഷമായി. മിടുക്കനായ ജാക്കിന് അവർ രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് അവർ വളരെ കാലം സുഖമായിട്ട് ജീവിച്ചു. ഇഷ്ടമായ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.